ഹലോ, നമ്മളെല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് കേട്ടോ. എങ്ങോട്ടാന്ന് ഞാൻ വഴിയെ പറയാം. ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പോകാൻ വേണ്ടിയിട്ട്. അത് തവരൂരിലുള്ള ഈ പ്രതീക്ഷ ഭവനിക്കാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി വന്നിട്ടുള്ളത്. ഇവിടെ കുറേ മാലാഖ മക്കളുണ്ട്. അപ്പോൾ അവർ കൂടെ ഒരു ദിവസത്തിന് വേണ്ടി നമ്മളിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കാറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ദീപമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടുത്തെ മക്കളുടെ ഒപ്പമാണ് നമ്മളിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് വീഡിയോ എടുക്കുന്നത്, നിങ്ങളെ കാണിക്കുന്നതെന്നൊക്കെ. ഇത് ഒരിക്കലും ഒരു പൊങ്ങച്ചോ കാര്യങ്ങളല്ല കേട്ടോ. നമ്മുടെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കുഞ്ഞുമക്കളുണ്ടെന്നും ഇവരായിട്ട് ഇങ്ങനെയൊക്കെ ഫുഡ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുമെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ വലിയൊരു ഞാവൽമരമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഞാവൽപ്പഴം കാര്യങ്ങളൊക്കെ താഴെ വീട് കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് നല്ല 2-3 പറക്കി കഴിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കയറുന്നത്. എല്ലാവരും അത് കണ്ടപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ ഇങ്ങോട്ട് വരണം നമ്മളെല്ലാവരും ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതായിരുന്നു. ഇപ്പോഴാണ് അതിന് പറ്റിയതും. അങ്ങനെ അവിടെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ അവരുടെ ഓഫീസിലേക്കാണ് കേട്ടോ പോയത്. ഇവിടെയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊന്നും ചില്ലറക്കാരല്ല, അവരെല്ലാവരും ഒരുപാട് കഴിവുള്ള മക്കളാണ്. കണ്ടില്ലേ, അതിൻ്റെ തെളിവാണ് ഈ നോട്ടീസ് ബോർഡൊക്കെ. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നേ. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു. ഇവിടെ 100-ലേറെ മക്കളുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് മക്കൾ മാത്രമായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ മുഖം കാണുമ്പോൾ ശരിക്കും മാലാഖ കുഞ്ഞുങ്ങൾ, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് ഇവരെല്ലാവരും. ഭയങ്കര നിഷ്കളങ്കരാണ്. അത് ഒരുപാട് ഏജുള്ള ആളുകളൊക്കെയാണ്. പക്ഷെ നമുക്ക് അവരെ മക്കളിൽ നിന്ന് വിളിക്കാൻ പറ്റൂ. ദീപമ്മ കേക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഇവർ ഈ കൈയോട്ടലും ആ ചിരിയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പ്യുവറായിട്ടുള്ള ചിരിയാണ് കേട്ടോ. ഉള്ളിലൊന്നും വെക്കാതെ ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഇല്ലാത്ത അത്രയും പ്യുവറായിട്ടുള്ള സ്നേഹമാണ് അവരുടെ അടുത്തുള്ളത്. അതിന് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മക്കൾക്കൊക്കെ കൊടുക്കുമ്പോഴും അവർ നമ്മളെ ഭയങ്കര സ്നേഹത്തോടെ നല്ല അത്ഭുതത്തോടെയാണ് കേട്ടോ നോക്കി നിന്നിരുന്നത്. നമ്മളൊക്കെ വരുന്നത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവിടെ ഉള്ള ഏട്ടന്മാരൊക്കെ നക്ഷുമോനെയും മക്കളൊക്കെ കാണുമ്പോൾ വാ 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 എന്നൊക്കെ പറഞ്ഞ് അത് തിരിച്ച് നക്ഷുമോനും അവർക്കൊരു ടാറ്റ കൊടുത്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടികളെ പോലെ തുള്ളി കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകും. അങ്ങനെ കേക്ക് കൊടുക്കുമ്പോൾ ചിലരൊക്കെ കുട്ടികളെ പോലെ നാണിച്ചു മാറി നിൽക്കുക, ചിലരൊക്കെ മേടിച്ച് കഴിക്കുന്നുമുണ്ട്. നമ്മളിത് ശരിക്കും ഒരിക്കലും ഒരു പൊങ്ങച്ചോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ദിവസമായിരുന്നു. അങ്ങനെ അതുപോലെ അവിടെ മീനും കാര്യങ്ങളൊക്കെ വളർത്തുന്നത് കണ്ടപ്പോൾ അക്കായും നക്ഷമൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവർ മീമി മീമി എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോണ വഴിക്കാണ് കേട്ടോ ഈ മക്കളുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു പ്ലേ ഗ്രൗണ്ടും അതുപോലെ ഒരു ജിമ്മ്, അതുപോലെ തന്നെ കിളികൾ ഇതിൻ്റെ ഉള്ളിൽ വളർത്തുന്നുണ്ട്. ഒരു കുഞ്ഞിക്കിളിയൊക്കെ താഴെ കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളാണ്. ചോറും ചിക്കൻ കറിയും വേറൊരു കറിയും ഉപ്പേരിയായിരുന്നു. നമ്മൾ ഫുഡിൻ്റെ ക്യാഷ് മാത്രമേ കൊടുക്കുള്ളൂ. എന്ത് ഫുഡാണെന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെയുള്ള സ്റ്റാഫ് തന്നെയാണ് കേട്ടോ. അവരെന്നെ പറഞ്ഞ ഫുഡൊക്കെ അവർ തന്നെ കേട്ടോ വിളമ്പുന്നതും കൊണ്ടുവയ്ക്കുന്നതൊക്കെ. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഞാവൽപ്പഴം പറക്കാൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവിടെയുള്ള ഒരു ചേട്ടൻ തോട്ടിക്കിട്ട് വന്നിട്ട് നമുക്ക് ഒരുപാട് ഞാവൽമരം പൊട്ടിച്ചു തന്നിട്ടോ. അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള ആളുകളെയും നന്മ നിറഞ്ഞ മക്കളെയും കണ്ടിട്ട് നമ്മൾ അവിടുന്ന് യാത്രയായി.